ഹായ് ആൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയാണ്. യു ഹാവ് മെനി ഫ്രണ്ട്സ് ഹാവൻറ്റ് യു? നിങ്ങൾക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളില്ലേ? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? അവരിൽ ഏത് ഗുണങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളത്? നൗ റീഡ് ദ പോം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രൂ ഫ്രണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണ്. അ ഫ്രണ്ട്. A friend is one who stands to share your every touch of grief and care. ഒരു നല്ല സുഹൃത്ത് എപ്പോഴും നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ അത് ഷെയർ ചെയ്യാനും നമ്മുടെ കൂടെ നിൽക്കാനും ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കും. He comes by chance but stays by choice. ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല സുഹൃത്തുക്കളാവുന്നത്. അതങ്ങനെ വന്നു ചേരുന്നതാണല്ലേ. എന്നാൽ അവരിപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. Your praises he is quick to voice. നിങ്ങളുടെ നല്ല ഗുണങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവര് പ്രശംസിക്കുന്നത്. അതായത് ഒരു ഫ്രണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ വിഷമത്തിലും സന്തോഷത്തിലും ഒക്കെ കൂടെ ഉണ്ടാവും. അവര് നിങ്ങളുടെ ഗുണത്തെ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും ആയിരിക്കും. No grievous fault or passing whim can make an enemy of him. ഏതെങ്കിലും ചെറിയ തെറ്റിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആഗ്രഹത്തിന്റെ പുറത്തോ അവരെ ശത്രുവായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല. And though you need be great or small, his strength is yours throughout it all. നമ്മുടെ ആവശ്യങ്ങൾ വളരെ ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല. അത് നമ്മുടെ ആവശ്യമാണെങ്കിൽ ആ ആവശ്യം അച്ചീവ് ചെയ്യാനായിട്ട് അവന്റെ സ്ട്രെങ്ത് മുഴുവൻ നമുക്ക് തന്നിട്ടായിരിക്കും നമ്മുടെ കൂടെ അവർ നിൽക്കുന്നുണ്ടാവുക. നമ്മുടെ ആവശ്യത്തെ അവരുടെ കൂടെ ആവശ്യമായിട്ടാണ് അവര് കൺസിഡർ ചെയ്യുക. No matter where your path may turn, your welfare is his chief concern. നിങ്ങൾ ഏത് പാത തിരഞ്ഞെടുത്താലും നിനക്ക് നല്ലത് വരണമെന്നേ അവർ വിചാരിക്കുന്നുള്ളൂ. അല്ലാണ്ട് അവര് വിചാരിക്കണ വഴി കൂടെ നീ പോകണം എന്നൊന്നും അവർ ആഗ്രഹിക്കില്ല. നീ ഏത് വഴിക്ക് പോകുന്നോ അത് നിനക്ക് നല്ലത് വരുത്തുന്നതായിരിക്കണമെന്നാണ് ഒരു നല്ല സുഹൃത്ത് വിചാരിക്കുക. No matter what your dream may be, he prays your triumph soon to see. നിന്റെ സ്വപ്നങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, അതിൽ നിനക്ക് സക്സസ്ഫുൾ ആവണമെന്നാണ് എപ്പോഴും നിന്റെ നല്ല സുഹൃത്ത് പ്രാർത്ഥിക്കുക. There is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആഗ്രഹം കൂടിയായിരിക്കും. ഇങ്ങനൊരു സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. മാത്രമല്ല വളരെ ശക്തമായിരിക്കും. കാരണം എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കാൻ കട്ടയ്ക്ക് ആളുണ്ടാവും. അതുകൊണ്ടാണ് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല നമ്മളെ നല്ലൊരു വഴിയിലേക്ക് തിരിച്ചുവിടാനും ഈ ഫ്രണ്ടിന് സാധിക്കും. ഒട്ടും സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ആൾക്ക് എപ്പോഴും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രൂ ഫ്രണ്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോയാലോ? ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം. Who is your best friend? Why is your friend important to you? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് ഭൂമി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ഭൂമി എന്നാണ്. ഷീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ ബിക്കോസ് ഷീ ഓൾവേസ് സപ്പോർട്ട്സ് മീ, അണ്ടർസ്റ്റാൻഡ്സ് മീ ആൻഡ് സ്റ്റാൻഡ്സ് വിത്ത് മീ ഇൻ ബോത്ത് ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. എന്തുകൊണ്ടാണ് അവൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? കാരണം അവൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, എന്നെ മനസ്സിലാക്കും, എൻ്റെ കൂടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കും. What do you learn about a good friend from the poem? കവിതയിൽ നിന്ന് ഒരു ഗുഡ് ഫ്രണ്ടിനെ പറ്റി നിങ്ങൾ എന്താണ് പഠിച്ചത്? From the poem, I learned that a good friend shares our wishes, cares for our happiness, supports us always and never leaves us in difficult times. എനിക്ക് പോയതിൽ നിന്ന് മനസ്സിലായത് ഒരു ഗുഡ് ഫ്രണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ അവരുടെ ആഗ്രഹങ്ങളാക്കി കാണുന്നു. മാത്രമല്ല നമ്മുടെ ഹാപ്പിനെസ് ആണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മളെ ഇട്ടിട്ട് പോവില്ല. ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? എങ്ങനെയാണ് ഒരു സുഹൃത്തിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുന്നത്? A friend's presence gives me strength to face difficulties and confidence to achieve my dreams. ഒരു നല്ല സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളെ ഫേസ് ചെയ്യാനുള്ള കരുത്തും മാത്രമല്ല നമ്മുടെ സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്യാനുള്ള കോൺഫിഡൻസും നമുക്ക് തരും. മൈ ഫ്രണ്ട് ഇസ് ഓൾവേസ് ദെയർ ടു സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് മീ. എൻ്റെ ഫ്രണ്ട് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഹൗ ഡസ് ദ പോയം എൻകറേജ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? എങ്ങനെയാണ് ഈ പോയം ഗുഡ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്? The poem encourages us to be caring, supportive and loyal.
ഈ പോയം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളൊരു ഫ്രണ്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ കെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മാത്രമല്ല വിശ്വസ്തതയുള്ള ഒരാളും കൂടെ ആയിരിക്കണം. It teaches us to share others' happiness and stand by them in all situations. ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും സന്തോഷത്തിലും കൂടെ നിൽക്കണം എന്നാണ്. ആക്ടിവിറ്റി 1. What are the qualities of a good friend? ഒരു ഗുഡ് ഫ്രണ്ടിന്റെ ക്വാളിറ്റീസ് എന്തെല്ലാം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ക്വാളിറ്റീസ് നോക്കിയാലോ. കെയറിംഗ് ആയിരിക്കണം, ഹെൽപ്ഫുൾ, കൈൻഡ്, ലവിങ്, ട്രസ്റ്റ് വർത്തി, ഓണസ്റ്റ്, സപ്പോർട്ടീവ്, ലോയൽ, അണ്ടർസ്റ്റാൻഡിങ്, റെസ്പെക്ട്ഫുൾ, ഫോർഗിവിങ്. ഇത്തരം ക്വാളിറ്റീസ് ആണ് ഒരു ഗുഡ് ഫ്രണ്ടിൽ നമുക്ക് കാണേണ്ടത്. ആക്ടിവിറ്റി 2. Read the lines of the poem. A friend is one who stands to share your every touch of grief and care. The words care and share end with the same sound. രണ്ടും പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സിമിലാരിറ്റി ഉണ്ടല്ലേ. They are called rhyming words. ഇതിനെയാണ് നമ്മൾ rhyming words എന്ന് പറയുന്നത്. Find out more rhyming words from the poem. കവിതയിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓരോ വരിയുടെയും അറ്റത്തെ ഏറ്റവും അവസാനത്തെ വേർഡ് ആണ് റൈമിംഗ് വേർഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഈ കവിതയിലുള്ള മറ്റ് റൈമിംഗ് വേർഡ്സ് ആണ് കെയർ, ഷെയർ, ചോയ്സ്, വോയ്സ്, വിം, ഹിം, സ്മോൾ, ഓൾ, ടേൺ, കൺസേൺ, ബി, സി, ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വരിയുടെ അവസാനത്തിലുള്ള വേർഡ്സിനും ഒരു സിമിലാരിറ്റി ഉണ്ടല്ലേ സൗണ്ടിൽ. അതുകൊണ്ടാണ് ഇതിനെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 3. You all have friends, haven't you? നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളില്ലേ? Do you know the likes and dislikes of your friends? നിങ്ങളുടെ സുഹൃത്തിന് എന്താണ് ഇഷ്ടമെന്നും എന്താണ് ഇഷ്ടമില്ലാത്തതെന്നും നിങ്ങൾക്ക് അറിയോ? Ask your friends about their likes and dislikes and write them in the space provided. An example is given for you. നിങ്ങളുടെ സുഹൃത്തുക്കളോട് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ച് എഴുതാനാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ. ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ഹി ഡസൻറ്റ് ലൈക്ക് ക്രിക്കറ്റ്. എന്നാൽ അവന് ക്രിക്കറ്റ് ഇഷ്ടമല്ല. മനു ലൈക്സ് കുക്കിംഗ്. ഹി ഡസൻറ്റ് ലൈക്ക് ക്ലീനിങ്. മനുവിന് കുക്കിംഗ് ഇഷ്ടമാണ്, എന്നാൽ ക്ലീനിങ് ഇഷ്ടമല്ല. ഹേമ ലൈക്സ് ഫിലിംസ്. ഷീ ഡസൻറ്റ് ലൈക്ക് കാർട്ടൂൺസ്. ഹേമയ്ക്ക് സിനിമകളാണ് കൂടുതൽ ഇഷ്ടം, കാർട്ടൂൺസ് അവൾക്ക് ഇഷ്ടമല്ല. രാഹുൽ ലൈക്സ് ക്രിക്കറ്റ്. ഹി ഡസൻറ്റ് ലൈക്ക് ഫുട്ബോൾ. രാഹുലിന് ക്രിക്കറ്റ് ആണ് ഇഷ്ടം, അവന് ഫുട്ബോൾ ഇഷ്ടമല്ല. ആർച്ച ലൈക്സ് ഡാൻസിങ്. ഷീ ഡസൻറ്റ് ലൈക്ക് സിംഗിങ്. ആർച്ചയ്ക്ക് ഡാൻസ് ചെയ്യാനാണ് ഇഷ്ടം, പാട്ട് പാടാൻ ഇഷ്ടമല്ല. അർജുൻ ലൈക്സ് റീഡിങ്. ഹി ഡസൻറ്റ് ലൈക്ക് ഡ്രോയിങ്. അർജുന് വായിക്കാനാണ് ഇഷ്ടം, വരയ്ക്കാൻ ഇഷ്ടമല്ല. മീര ലൈക്സ് മ്യൂസിക്. ഷീ ഡസൻറ്റ് ലൈക്ക് സ്പോർട്സ്. മീരയ്ക്ക് മ്യൂസിക് ആണ് ഇഷ്ടം, ആൾക്ക് സ്പോർട്സിനോട് അത്ര താല്പര്യമില്ല. റൂഹി ലൈക്സ് ഫുട്ബോൾ. ഷീ ഡസൻറ്റ് ലൈക്ക് ചെസ്. റൂഹിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, എന്നാൽ ചെസ് അത്ര ഇഷ്ടമല്ല. അഖിൽ ലൈക്സ് സ്വിമ്മിങ്. ഹി ഡസൻറ്റ് ലൈക്ക് റണ്ണിങ്. അഖിലിന് നീന്താനാണ് ഇഷ്ടം, എന്നാൽ അവന് ഓടാൻ ഇഷ്ടമല്ല. സോ ഇതായിരുന്നു എ ഫ്രണ്ട് എന്ന് പറഞ്ഞ പോയത്തിലെ അവസാനത്തെ ആക്ടിവിറ്റി. സോ ഇതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.